മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മലയാളം കേരള പാഠാവലിയുമായിട്ടാണ് ടീച്ചർ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിരന്തരമായിട്ട് നിങ്ങളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു, മലയാളം ഫസ്റ്റ് പറഞ്ഞൊരു മലയാളം ഫസ്റ്റിലെ പാഠങ്ങളൊക്കെ വിഷമാണ്, അതൊന്ന് ക്ലാസ് തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ആയിട്ട് ടീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇനിയും പാഠഭാഗങ്ങളൊക്കെ ആയിട്ട് ടീച്ചർ വരിക കേട്ടോ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ആളുകൾക്കൊക്കെ മാക്സിമം മക്കളെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ കേരള പാഠാവലിയിൽ നമുക്ക് ഏകദേശം 14 പാഠഭാഗങ്ങൾ കേട്ടോ. കുറേ പാഠഭാഗങ്ങൾ നമുക്ക് ഇച്ചിരി അധികം പഠിക്കാനുള്ളത് മലയാളം ഫസ്റ്റിലാണ്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ യൂണിറ്റ് കാലാതീതം കാവ്യവിസ്മയം എന്ന് പറയുന്ന യൂണിറ്റാണ്. ആ യൂണിറ്റിൽ 3 പാഠഭാഗങ്ങളാണ് നമുക്കുള്ളത്. ലക്ഷ്മണ സാന്ത്വനം, ഋതുയോഗം, പാവങ്ങൾ. ഇനി രണ്ടാമത്തെ യൂണിറ്റ് അനുഭൂതികൾ ആവിഷ്കാരങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റാണ്. വിശ്വരൂപം, പ്രിയദർശനം, കടൽ തീരത്ത്. ഇങ്ങനെ 3 പാഠഭാഗങ്ങളാണ് രണ്ടാമത്തെ യൂണിറ്റിലുള്ളത്. മൂന്നാമത്തെ യൂണിറ്റ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്ന യൂണിറ്റാണ്. പ്രലോഭനം, യുദ്ധത്തിന്റെ പരിണാമം, ആത്മാവിന്റെ വെളിപാടുകൾ. ഓക്കെ, ഇനി നാലാമത്തെ യൂണിറ്റ് വാക്കുകൾ സർഗതാളങ്ങൾ, അക്കർമാശി, ഞാൻ കഥാകാരനായ കഥ, അശ്വമേധം. ഇങ്ങനെ 3 പാഠാണ് നാലാമത്തെ യൂണിറ്റുള്ളത്. അഞ്ചാമത്തെ യൂണിറ്റ് കലകൾ കാവ്യങ്ങൾ. അതിൽ 2 പാഠഭാഗങ്ങളാണ്. ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ, മൈക്കലാഞ്ചലോ മാപ്പ്. അപ്പോൾ മലയാള സെക്കൻഡിലെ പാഠഭാഗങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പഠിക്കാനുള്ളതും കൂടുതൽ വിശദമായിട്ട് കാര്യങ്ങളുള്ളതും ഒക്കെ എവിടെയാണ്, മലയാളം ഫസ്റ്റിലാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ രസകരമായ രീതിയിൽ എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പാഠഭാഗം, ഓക്കെ, ഇതാണല്ലോ നിങ്ങൾ ആദ്യം ചോദിച്ചുകൊണ്ടിരുന്ന പാഠം എന്ന് പറയുന്നത്. ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന കവിതയാണ് അല്ലേ നമുക്ക് പഠിക്കാനുള്ളത്. ആരാ എഴുതിയിരിക്കുന്നത്? ഇത് എവിടുന്നാണ് ഈ പാഠഭാഗം എടുത്തിരിക്കുന്നത്? നമ്മുടെ എഴുത്തച്ഛൻ്റെ അല്ലേ അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലുള്ള ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള ലക്ഷ്മണ സാന്ത്വനം എന്ന് പറയുന്ന പാഠഭാഗം. ഓക്കെ, അപ്പോൾ എന്താ നമ്മളുടെ തലക്കെട്ട് എന്ന് പറയുന്നത്? ലക്ഷ്മണ സാന്ത്വനമാണ് അല്ലേ. ആരെയോ സാന്ത്വനിപ്പിക്കുന്നതാണ്. ആരെയാണ് സാന്ത്വനിപ്പിക്കുന്നത്? ലക്ഷ്മണനെയാണ് അല്ലേ. ലക്ഷ്മണനെയാണ് സാന്ത്വനിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ സാന്ത്വനിപ്പിക്കുക എപ്പോഴാണ് സാന്ത്വനിപ്പിക്കുക? എന്തൊക്കെയോ വിഷമമൊക്കെ കൊണ്ട് അല്ലേ ഒരാളിങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ പോയിട്ട് അല്ലേ സാരില്ലടാ പോട്ടെ എന്നൊക്കെ നമ്മൾ സാധാരണ പറയുക അല്ലേ. അപ്പോൾ ഇവിടെ എന്തോ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് അല്ലേ. എന്തിനോ വേണ്ടിയാണ് ആര് വിഷമിച്ചിരിക്കുന്നത്? ലക്ഷ്മണൻ ഇവിടെ വിഷമിച്ചിരിക്കുന്നത്. അതെന്തിനാണെന്നറിയണ്ടേ? അതെന്തിനാണെന്നറിഞ്ഞാലാടാ നമുക്ക് ഈ കവിത മനസ്സിലാവുള്ളൂ. ഇപ്പം നേരെ നമ്മൾ പാഠഭാഗത്തിലേക്ക് അല്ലേ വരികൾ മാത്രം വിശദമായി പറഞ്ഞു തന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റോറി ഉണ്ട് അല്ലേ. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ലക്ഷ്മണൻ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ളതും എന്തിനാണ് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി. ആ ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ആര്? നമ്മളുടെ ശ്രീരാമൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ശ്രീരാമ പട്ടാഭിഷേകം? നമ്മളുടെ പാഠഭാഗത്തിൽ നിറയെ ഇങ്ങനെ പല നമുക്ക് പരിചയമില്ലാത്ത കേട്ടുകേൾവിയില്ലാത്ത വാക്കുകളും പദങ്ങളും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് നമുക്കത് ഇച്ചിരി കടിച്ച പൊട്ടാത്താവുന്നത് അല്ലേ, ഇച്ചിരി വിഷമമുള്ളതൊക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നോക്കാം അല്ലേ എന്താണ് ഈ കഥ അല്ലേ. എന്തിനാണ് ലക്ഷ്മണൻ വിഷമിച്ചിരിക്കുന്നത് എന്നുള്ളതും രാമൻ എന്തിനാണ് ലക്ഷ്മണനെ സാന്ത്വനിപ്പിക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ദശരഥൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. ആരാണ്? ദശരഥൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു. രാജാവല്ലേ, അതുകൊണ്ട് തന്നെ മൂപ്പർക്ക് 2-3 കല്യാണമൊക്കെ കഴിയുക. ഓക്കെ, അങ്ങനെ മൂപ്പർക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? കൗസല്യ, കൈകേയി, സുമിത്ര എന്ന് പറഞ്ഞിട്ട് 3 ഭാര്യമാര് ആർക്കുണ്ടായിരുന്നു? ദശരഥ രാജാവിന് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഈ 3 ഭാര്യമാരിലും കൂടെയായിട്ട് 4 മക്കളാണ് ആർക്കുണ്ടാവുന്നത്? നമ്മളുടെ ദശരഥ രാജാവിന് ഉണ്ടാവുന്നത്. ഓക്കെ, ദശരഥന് 3 ഭാര്യമാരാണ്. കൗസല്യ, കൈകേയി, സുമിത്ര. അതിൽ കൗസല്യയുടെ മകനാണ് ആര്? രാമൻ കേട്ടോ. രാമൻ എന്ന് പറയുന്നതാണ് കൗസല്യയുടെ മകൻ. ആരാണ്? രാമനാണ്. കൈകേയിയുടെ മകനാണ് ആര്? ഭരതൻ. ആരാണ്? ഭരതൻ. സുമിത്രയ്ക്ക് 2 മക്കളാണ്. ആരൊക്കെയാണ്? ലക്ഷ്മണനും ശത്രുഘ്നനും. ഓക്കെ, ഇങ്ങനെ 4 മക്കളാണ് ദശരഥ രാജാവിന് കേട്ടോ. അപ്പോൾ 4 മക്കളെയും ഒരുപോലെ സ്നേഹിച്ചൊക്കെയാണ് അവർ കഴിയുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും മിടുക്കനായിട്ട് എല്ലാ കഴിവുകളും അല്ലെ എല്ലാം തികഞ്ഞു വന്നിട്ടുള്ള ഒരു മകനായിരുന്നു ആര്? രാമൻ അല്ലേ. രാമനും ലക്ഷ്മണനും എല്ലാവരും തമ്മിൽ ഭയങ്കര സ്നേഹമൊക്കെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഈ 4 മക്കൾ ഉണ്ടാവുകയാണ്.
അങ്ങനെ ആ സമയത്താണ് സ്വർഗലോകത്ത് ഭയങ്കര ഭീകരമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. നമ്മളുടെ ഈ സിനിമയിൽ ബാഹുബലിയിൽ നിങ്ങൾ ബഹാക്കിലിക്ക് പാട്ടൊക്കെ പാടിച്ച ഒരാൾ വരുന്നുണ്ടല്ലോ, കാലകേയം വരുന്നുണ്ടല്ലോ, അതുപോലൊരു രാക്ഷസൻ ശംഭരാസുരൻ എന്ന് പറയുന്ന, ആരാണ്? ശംഭരാസുരൻ കേട്ടോ. ശംഭരാസുരൻ എന്ന് പറയുന്ന, ശംഭരാസുരൻ എന്ന് പറയുന്ന ഒരു രാക്ഷസൻ എന്ത് ചെയ്യാണ്? സ്വർഗലോകത്തിൽ വരികയാണ് അല്ലേ. സ്വർഗലോകത്തിൽ നല്ല അടിപൊളിമാരായിട്ടുള്ള സുന്ദരിമാരായിട്ടുള്ള കുറേ നർത്തകിമാരും ആവശ്യത്തിന് വീഞ്ഞും മദ്യവും ലഹരിയും ഒക്കെ കിട്ടും. അപ്പോൾ എല്ലാ കാലത്തും ഈ അസുരന്മാരെന്ത് ചെയ്യും? ഇതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരോട് യുദ്ധം ചെയ്യും. അങ്ങനെ നമ്മുടെ ശംഭരാസുരൻ്റെ ഊഴം എത്തിയതാണ്. ശംഭരാസുരനാണെങ്കിൽ ഒരുപാട് കഴിവൊക്കെ ഉള്ള ഒരാളാണ്. 10 ദിക്കുന്നൊക്കെ വന്നു കളയും. മറ്റേ അല്ലു അർജുൻ്റെ സിനിമയൊക്കെ പോലെ അല്ലേ, 10 സൈഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യും? ഒരേ സമയം വരാനുള്ള കഴിവൊക്കെ ആർക്കുണ്ട്? നമ്മളുടെ ശംഭരാസുരനുണ്ട്. അപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ പൊറുതിമുട്ടാണ്, ഒരു രക്ഷയില്ല ശംഭരാസുരനെ കൊണ്ട്. അപ്പോഴാണ് ദശരഥൻ അല്ലേ, ദശരഥൻ ഒരുപാട് കഴിവൊക്കെ ഉള്ള ഒരു രാജാവാടാ. മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദശരഥൻ എന്നുള്ള പേര് വന്നത് എങ്ങനെയാണെന്നറിയോ? നൈമി എന്നാണ് ദശരഥൻ്റെ ഒറിജിനൽ പേര്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ദശരഥൻ എന്നുള്ള പേര് വന്നത് ദശരഥൻ. 10 ദിക്കിലേക്ക് രഥം ഒരേ സമയം ഓടിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയെന്നൊന്നും ടീച്ചറോട് ചോദിക്കരുത്, ലിറ്ററേച്ചറാണ്, സാഹിത്യമാണ്, കഥയാണ്, കഥയിൽ ചോദ്യമില്ല. ഓക്കെ. അപ്പം അങ്ങനെ 10 ദിക്കിലേക്കും തേരൊക്കെ ഓടിക്കാൻ കഴിവുള്ള ആളാണ് ആര്? ദശരഥൻ. അപ്പം അങ്ങനെ എന്ത് ചെയ്യാണ്? ദശരഥന് അല്ലേ യുദ്ധത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് വരുവോടോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാണ്? ദേവന്മാരൊക്കെ ഹെൽപ്പിന് വിളിക്കുകയാണ്. അങ്ങനെ ദേവലോകത്തിലേക്ക് എന്ത് ചെയ്യാണ്? യുദ്ധം ചെയ്യാൻ വേണ്ടി ആര് പോവാണ്? ദശരഥൻ പോകുമ്പോൾ നമ്മുടെ കൈകേയി അല്ലേ, ഭാര്യമാരിൽ രണ്ടാമത്തെ ആൾ പറയും എന്ത്, ചേട്ടാ ഞാനും കൂടെ വന്നോട്ടെ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്ത് ചെയ്യാണ്? കൈകേയി കൂടെ ആരുടെ കൂടെ പോവും? നമ്മുടെ ദശരഥ രാജാവിൻ്റെ കൂടെ പോവാണ് കേട്ടോ. അങ്ങനെ ഭീകരമായ യുദ്ധം നടക്കുകയാണ്. 10 ദിക്കിന്ന് ആര് വരുന്നുണ്ട്? ശംഭരാസുരൻ വരുന്നു. ദശരഥൻ 10 ദിക്കിലേക്ക് തേരോടിക്കുന്നു. അങ്ങനെ യുദ്ധം ഇങ്ങനെ മുറുകിക്കൊണ്ടിരുന്ന സമയത്തടാ നമ്മളുടെ രഥത്തിൻ്റെ അല്ലേ, രഥം ഇങ്ങനെ ചക്രത്തിലല്ലേ ഓടുക. ആ ചക്രത്തിൻ്റെ ഉള്ളിൽ കീലം എന്ന് പറയുന്ന ഒരു ആണി പോലെ ഒരു സാധനമുണ്ട്. ആണി തെറിച്ചു പോയടാ, കീലം തെറിച്ചു പോയി. എന്ത് ചെയ്യും ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് കണ്ടു നിന്ന കൈകേയി എന്താണ് ഓടിപ്പോയിട്ട് തൻ്റെ ചൂണ്ടാണി വിരൽ ഉപയോഗിച്ച്, കഥയിൽ ചോദ്യമില്ല കേട്ടോ, ചൂണ്ടാണി വിരൽ ഉപയോഗിച്ച് രഥചക്രത്തിൻ്റെ കീലത്തിന് പകരം എന്ത് ചെയ്യാണ്? തൻ്റെ ചൂണ്ടാണി വിരൽ കൊണ്ടുവയ്ക്കുകയാണ്. അങ്ങനെ ജീവൻ പണയം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? കൈകേയി യുദ്ധത്തിൽ ദശരഥനെ ഹെൽപ്പ് ചെയ്യുകയും ദശരഥൻ എന്ത് ചെയ്യാണ്? യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്യാണ് അല്ലേ. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ദശരഥൻ ചോദിക്കുകയാണ് ആരോട്? നമ്മളുടെ റാണിയോട് അല്ലേ, കൈകേയിയോട് പറയാണ്, പ്രിയപ്പെട്ടവളെ നിനക്ക് എന്താ വേണ്ട ചേട്ടാ, നീ എന്താ ചോദിച്ചോളൂ എന്ന് പറയാണ് അല്ലേ. അപ്പോൾ കൈകേയി പറഞ്ഞു, എന്ത് ഇപ്പോൾ വേണ്ട ചേട്ടാ, എനിക്ക് ആവശ്യം വരുന്ന സമയത്ത് എന്ത് ചെയ്തോളാം, ചോദിച്ചോളാം എന്ന് പറയാണ് അല്ലേ. അപ്പം അങ്ങനെ 2 വരം ആര് കൊടുത്തിട്ടുണ്ട്? പെൻഡിങ്ങിനാണ്, വരം വാങ്ങിയിട്ടില്ല. ആര് കൊടുത്തു? ദശരഥൻ കൊടുത്തു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. ഭരതനും രാമനും ലക്ഷ്മണനും ശത്രുഘ്നൊക്കെ വലുതായി. അങ്ങനെ രാജഭരണം അല്ലേ, രാജാവേണ്ട ആരെ നിയമിക്കണം എന്നൊക്കെ പറയുന്ന തീരുമാനമൊക്കെ എടുക്കേണ്ട സമയമായി. ആ സമയത്താണ് ആ ദിവസം കേട്ടോ, ആ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? മന്ധര എന്ന് പറയുന്നൊരു തോഴിയുണ്ട്. നമ്മളെയൊക്കെ വീട്ടിൻ്റെ അപ്പുറത്തൊക്കെ നമ്മൾ കാണുന്ന അല്ലേ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇങ്ങനെ ആളുകളെ തമ്മിൽ തെറ്റിക്കുന്ന അങ്ങനെയുള്ള ചില ആളുകളുണ്ടാവില്ലേ, അതുപോലൊരു കഥാപാത്രമായിരുന്നു ആര്? മന്ധര എന്ന് പറയുന്ന തോഴി അല്ലേ. ആ തോഴി പോയിട്ട് എന്ത് ചെയ്യുന്നു? കൈകേയിയോട് പറയാണ്. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? മകളെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. നിൻ്റെ മകന് രാജ്യഭാരം കിട്ടാതെ രാമനാണ് രാജാവാകുന്നതെങ്കിൽ രാമൻ്റെ അമ്മയ്ക്കല്ലേ അല്ലേ റാണിയൊക്കെ ആയിട്ട് വാഴാൻ പറ്റുക ആർക്കാണ്? പിന്നെ ഒരു വിലയുണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുശുമ്പ് പറഞ്ഞു കൊടുക്കൂടാ. അങ്ങനെ നമ്മളുടെ അല്ലേ കൈകേയി പോയിട്ട് എന്ത് ചെയ്യാണ്? ആരോട് പറയാണ്? നമ്മളുടെ രാജാവിനോട് പറയും അല്ലേ, ദശരഥ രാജാവിനോട് പറയാണ്, അല്ലയോ രാജാവേ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് പണ്ട് 2 വരം തരാമെന്ന് പറഞ്ഞല്ലോ, ആ വരം എനിക്ക് ഇപ്പോഴാണ് വേണ്ടത്. എന്ത് ചെയ്യണം? എൻ്റെ മകൻ ഭരതനെ എന്ത് ചെയ്യണം? രാജാവാക്കണമെന്ന് ആര് പറയാടാ? കൈകേയി പറയാണ്. രാമനെ രാജാവാക്കരുത് അല്ലേ. ആദ്യത്തെ വരം എന്താണ്? രാമനെ രാജാവാക്കരുത്, എൻ്റെ മകൻ ഭരതനെ രാജാവാക്കണം. 2ാമത്തെ വരം എന്താണ്? രാമനെ വെറുതെ വിട്ടാലും പോരാ, 14 വർഷക്കാലത്തേക്ക് എന്ത് ചെയ്യണം? കാട്ടിലേക്ക് പറഞ്ഞയക്കുകയും വേണം എന്ന് പറയുകയാണ് കേട്ടോ. ഇതായിരുന്നു വരം അല്ലേ, ചോദിച്ച വരം. അപ്പോൾ രാജാവല്ലേ, കൊടുത്ത വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെ രാജാവ് ആ വാക്ക് പാലിക്കുകയാണ് കേട്ടോ. കൊടുത്ത വാക്ക് അല്ലേ, ആ വരം സ്വീകരിക്കുകയാണ്, ആ വരം കൊടുക്കുകയാണ്. അപ്പം ഇതിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ
ആ ലക്ഷ്മണൻ അല്ലേ, ഇത് ലക്ഷ്മണനാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് രാമനോട്, ഭയങ്കര അടിപൊളി അല്ലേ. നമ്മളെയൊക്കെ വീട്ടിലുള്ള പോലെയല്ല, രാമനും ലക്ഷ്മണനും ഭയങ്കര സ്നേഹമായിരുന്നു, ഭയങ്കര ഒരു പിതൃതുല്യമായിട്ടുള്ള സ്നേഹമാണ് ലക്ഷ്മണന് ആരോട്, രാമനോടുള്ളത് കേട്ടോ. അപ്പം അങ്ങനെ ലക്ഷ്മണൻ എന്ത് ചെയ്യാണ്, ഇത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മണൻ പറയാണ്, ഞാൻ അച്ഛനെ പിടിച്ചു കെട്ടിയിട്ടാണെങ്കിലും എന്ത് ചെയ്യും, ഞാൻ ജ്യേഷ്ഠനെ തന്നെ രാജാവാക്കും അല്ലേ, ഇതെന്തൊരു വൃത്തികെട്ട കളിയാണിത് അല്ലേ, ഈ ഭരതനെ ആരാണ് രാജാവാക്കി, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാമനിങ്ങനെ കോപം കൊണ്ട് എന്ത് ചെയ്യാണ്, വിറച്ച് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഒരാളിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലേ, എന്താണ് നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ച് നമ്മൾ പുറത്തൊക്കെ ഒരു അടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ കാര്യം തിരക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും അല്ലേ, പ്രശ്നമുള്ള ആൾ അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യും, പ്രശ്നത്തിലാവും അല്ലേ. അപ്പം എന്ത് ചെയ്യാണ്, നല്ല നല്ല വാക്കുകളൊക്കെ കൊണ്ട് നല്ല ഉപമകളൊക്കെ കൊണ്ട് രാമൻ എന്ത് ചെയ്യാണ്, ലക്ഷ്മണനെ സമീപിക്കുകയാണ് അല്ലേ. അപ്പം നിങ്ങൾ ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ട കീ പോയിന്റുകൾ അല്ലേ, ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളായിട്ട് മക്കൾ ഓർക്കേണ്ടത് മനഃശാസ്ത്രപരമായ സമീപനം അല്ലേ. എങ്ങനെയാണ് രാമൻ ലക്ഷ്മണനെ സമീപിക്കുന്നത്, മനഃശാസ്ത്രപരമായിട്ട് അല്ലേ, സൈക്കോളജിക്കലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, രാമൻ ലക്ഷ്മണനെ സമീപിക്കുന്നു അല്ലേ. ഒരുപാട് കഥകളും ഉപമകളും ധർമ്മങ്ങളും അങ്ങനെ ഒരുപാട് മൂല്യങ്ങളും ഒക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആരോട് പറയുന്നത്, രാമൻ ലക്ഷ്മണനോട് കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ഉപമകളൊക്കെ എന്ത് ചെയ്യും, നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ലക്ഷ്മണനോട് രാമൻ പറയാണ് അല്ലേ, എന്ത് പറയുന്നു, വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാധ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ അല്ലേ. എന്താണ് പറയുന്നത്, പ്രിയപ്പെട്ടവനെ, വത്സ, അനിയ, സുമിത്രയുടെ മകനെ അല്ലേ, സുമിത്ര അത്രയും നല്ലവളായ സുമിത്രയുടെ മകനായിരിക്കുന്ന ലക്ഷ്മണ നീ കേൾക്കണം അല്ലേ. മത്സരങ്ങളൊക്കെ വെടിഞ്ഞ് അല്ലേ, മത്സരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഇവിടെ ഒട്ട മത്സരമാണോ ഉദ്ദേശിക്കുന്നത്, അല്ല. മത്സരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷഡ് ദർശനങ്ങൾ. ഓക്കെ, ഷഡ് ദർശനങ്ങളെയാണ് മത്സരങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഷഡ് ദർശനങ്ങൾ എന്താണ്, ഷഡ് ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 നിയമങ്ങളാണ് നമ്മളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാക്കുന്ന അല്ലെ, ദുഃഖത്തിന് കാരണമാകുന്ന 6 നിയമങ്ങളെയാണ് ഷഡ് ദർശനങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ഷഡ് ദർശനങ്ങൾ എന്നറിയോ, കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം കേട്ടോ. മോഹമുണ്ട്, മോഹം, മതം, മാത്സര്യം. ഈ 6 കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം അടിപൊളിയാവുമെന്നാണ് ആര് പറയുന്നത്, എഴുത്തച്ഛൻ പറയുന്നത്. എഴുത്തച്ഛൻ മാത്രമല്ല, ആര് കൂടെ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധൻ അല്ലേ, ശ്രീബുദ്ധൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ എല്ലാ നാശത്തിൻ്റെയും കാരണം ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് നല്ലത് അല്ലേ, നല്ല അല്ലേ, ദുഃഖങ്ങളൊക്കെ ഇല്ലാതാവും എന്നാണ് ശ്രീബുദ്ധനും പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ആര് പറയാണ്, രാമനോട് ലക്ഷ്മണനോട് രാമൻ പറയാണ് അല്ലേ, വത്സ സൗമിത്രേ കുമാര അനിയ നീ കേൾക്കണം അല്ലേ, നിന്റെ മത്സരങ്ങൾ ഈ പറഞ്ഞ മനസ്സിലുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യോ, നീ എൻ്റെ വാക്കുകളൊന്ന് കേൾക്കൂ അല്ലേ. എന്താ കേൾക്കേണ്ടത്, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാനിടോ, നിന്നുള്ളിലെപ്പോഴും എന്നെക്കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായുള്ളൊരു കർമ്മവും അല്ലേ. എന്താ പറയുന്നത്, നീ ആരാ, എന്താ നിൻ്റെ തത്വമൊക്കെ എനിക്ക് നേരത്തെ അറിയാം അല്ലേ, നീ എന്താന്നും ആരാന്നും എങ്ങനെയാന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം അല്ലേ. നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം, നിന്നോളം എന്നെ മറ്റാർക്കും ആർക്കും ഇഷ്ടമല്ല എന്നും നിനക്ക് എന്നെ അത്രയേറെ ഇഷ്ടമാണെന്നും നിന്നാൽ അസാധ്യമായിട്ട് നിന്നെക്കൊണ്ട് പറ്റാത്തതായിട്ടൊന്നുമില്ല എന്നൊക്കെ എനിക്കറിയാം ലക്ഷ്മണ അല്ലേ. എങ്കിലും ഞാൻ പറയുന്നൊന്നും നീ കേൾക്കുമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ വരിയിൽ കൊടുത്തിരിക്കുന്നു എന്ത്, നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ ഞാൻ ഇടോ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് നിൻ്റെ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ രാമൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, രാമൻ ആരുടെ അവതാരമാണ്, നമ്മളെ പാമ്പിൻ്റെ മേലെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ സ്റ്റൈലിൽ കിടക്കുന്ന ഒരാളെ കണ്ടിട്ടില്ലേ, മൂപ്പര പേരെന്താണ്, മഹാവിഷ്ണു അല്ലേ. ഈ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണടാ ആര്, നമ്മുടെ രാമൻ കേട്ടോ. ശ്രീരാമൻ ആരുടെ അവതാരമാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. മഹാവിഷ്ണു കിടക്കുന്ന ഈ കിടക്കയുണ്ടല്ലോ, ഈ പാമ്പുണ്ടല്ലോ, മൂപ്പറുടെ പേരാണ് അനന്തൻ. ഈ അയാളുടെ അവതാരമാണ് അനന്തൻ എന്ന് പറയുന്ന പാമ്പിൻ്റെ അവതാരമാണ് ആര്, ലക്ഷ്മണൻ. ഓക്കെ, അപ്പം രാമൻ പറയാണ്, നീ ആരാ, എന്താ, നീ എന്തിനു വേണ്ടി ജനിച്ചു അല്ലേ, അവതാരമാണ് അല്ലേ. ദൈവിക ഭാവമുള്ള ആളുകൾ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ജനിക്കുന്നതിനാണ് അവതാരങ്ങൾ എന്ന് പറയുക. അപ്പം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ആര്, ഇവിടെ രാമൻ. മഹാവിഷ്ണുവിൻ്റെ മെത്തയായിട്ടുള്ള അല്ലെ അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിൻ്റെ അവതാരമാണ് ആര്, ലക്ഷ്മണൻ. അപ്പോൾ നീ എന്താ ആരാ എന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എനിക്കറിയാം, വെറുതെ ഇങ്ങനെ ദേഷ്യമൊന്നും പിടിക്കില്ല അല്ലേ. നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണെന്നും നിന്നോളം വേറെ ആർക്കും എന്നെ ഇഷ്ടമില്ല എന്നുള്ളതും
അല്ലേ, എന്താണ് നിന്നെ കൊണ്ട് എന്ത് പറ്റും എന്നുള്ളതൊക്കെ എനിക്കറിയാം അല്ലേ. വേണേ നീ അച്ഛനെ പിടിച്ച് കെട്ടിയിട്ട് എന്നെ രാജാവാക്കുമായിരിക്കാം, അതൊക്കെ എനിക്കറിയാം. തൽക്കാലം എന്ത് ചെയ്തോളൂ, അതൊക്കെ മാറ്റി വെച്ച് ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ എന്നാര് പറയാണ്, ഏട്ടൻ അല്ലേ, രാമേട്ടൻ ലക്ഷ്മണനോട് പറയാണ്. ഓക്കെ, നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ, ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും വിശ്വവും നിശേഷ ധാന്യധനാദിയും സത്യമെന്നാകില തേർത്തൽ പ്രയാസം തവ യുക്തമതല്ലായിലെന്തതിനാൽ ഫലം എന്നാണ് ചോദിക്കുന്നത് അല്ലേ. എന്താ പറയുന്നത്, നിർണയം അല്ലെ, ഇതൊക്കെ ശരിയാണ്, എങ്കിലും നീ ഞാൻ പറയുന്നൊന്ന് കേൾക്കുക അല്ലെ. എന്താണ്, ദൃശ്യമായിട്ടുള്ള, നമ്മൾ കാണുന്ന അല്ലെ, ദൃശ്യമായിട്ടുള്ള രാജ്യം, നമ്മളുടെ ദേഹം, വിശ്വം, ലോകം, ധനം, ധാന്യം, ഇതൊന്നും സത്യമാകുന്നില്ലെങ്കിൽ അല്ലെ, ഇതൊന്നും എല്ലാ കാലത്തും ഇതെല്ലാം ഒരേപോലെ ഉണ്ടാവോ? ഇല്ല. അപ്പൊ ഇതൊന്നും സത്യമല്ല എങ്കിൽ അല്ലെ, നീ ഇത്ര കഷ്ടപ്പെട്ട് ഇതൊക്കെ എനിക്ക് വാങ്ങിത്തരുന്നതുകൊണ്ട് എന്താ കാര്യം അല്ലെ, ഇതൊക്കെ തവ യുക്തമല്ലായെങ്കിൽ അല്ലെ, ഇതൊക്കെ അതിനാൽ എന്താണ് ഫലം, ഇതൊക്കെ നീ എനിക്ക് നേടിത്തരുന്നതുകൊണ്ട് എന്താ കാര്യം? എല്ലാ കാലവും രാജ്യം ഇങ്ങനെ നിലനിൽക്കുമോ? ധനവും സമ്പാദ്യമൊക്കെ ഉണ്ടാവോ? അതൊക്കെ കാലത്തിനനുസരിച്ച് മാറില്ലേ. അപ്പൊ ഇതൊന്നും സത്യമല്ലെങ്കിൽ ഇത് നീ എനിക്ക് നേടിത്തരുന്നതുകൊണ്ട് എന്താണ് ലക്ഷ്മണ കാര്യം അല്ലെ, അതിന്റെ ഫലം എന്താന്ന് ചോദിക്കുകയാണ് അല്ലെ. എന്നിട്ട് എന്ത് ചോദിക്കുന്നു, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസുമോർക്കുന്നില്ലേ. ആദ്യത്തെ ഒരു ഉപമയാണ് പറയുന്നത്. എന്തിനോടാ ഉപമിക്കുന്നത്? ഭോഗങ്ങൾ അല്ലെ, നമ്മളുടെ ജീവിതത്തിലുള്ള സുഖങ്ങളൊക്കെ എന്താണെന്നാ പറയുന്നത്? ക്ഷണപ്രഭാചഞ്ചലം. ക്ഷണപ്രഭ എന്താണ്? ക്ലിക്ക് ക്ലിക്ക്, എന്താണ്? മിന്നൽ അല്ലേ. മിന്നൽ നമുക്കിങ്ങനെ നോക്കി നിൽക്കാനുള്ള സമയമൊക്കെ ഉണ്ടാവോ? ഇല്ല, അതങ്ങ് മിന്നി മാഞ്ഞങ്ങ് പോവും അല്ലേ. ക്ഷണഭംഗുരം അല്ലേ, ക്ഷണപ്രഭാചഞ്ചലമാണ്. അതായത് വളരെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, ആ പ്രഭ അല്ലേ ചഞ്ചലമായി അല്ലേ ഓടി അങ്ങ് പോവും അല്ലേ. അപ്പൊ അതുപോലെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ആയുസ്സും അല്ലേ. നമ്മൾ ഇന്ന ഡേറ്റിൽ ജനിച്ച് ഇന്ന ഡേറ്റിലെ മരിക്കുമെന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അടുത്ത മൊമെന്റിൽ എന്താ സംഭവിക്കാന്ന് പോലും എന്ത് ചെയ്യില്ല, നമുക്കറിയില്ല അല്ലേ. അപ്പൊ നമ്മളുടെ ആയുസ്സും എന്തുപോലെയാണ് ലക്ഷ്മണ? മിന്നൽ പോലെയാണ് അല്ലേ. ദേ വന്നു ധാ പോയി എന്ന് പറയുന്ന പോലെ നമ്മളുടെ ജീവനും ജീവിതമൊക്കെ എന്താണ്, മിന്നൽ പിണർപ്പ് പോലെ എന്താണ്, ക്ഷണത്തിൽ എന്ത് ചെയ്യുന്നു, മിന്നിമാഞ്ഞു പോകുന്നതാണ് അല്ലേ. എന്തുപോലെ? വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുര. അഗ്നിയാണ്, സന്തപ്തം ചുട്ടുപഴുത്തതാണ്, ലോകം. അംബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളുത്തുള്ളിയല്ല, വെള്ളത്തിന്റെ തുള്ളി, ജലത്തുള്ളി അല്ലെ, ജലകണം. ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുള്ളി അല്ലെങ്കിൽ കുത്ത് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ തുള്ളിയായിട്ട് നമുക്ക് സൂചിപ്പിക്കാം. അപ്പൊ എന്താ പറയുന്നത്, വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം. അതായത് ചുട്ടുപഴുത്തിരിക്കുന്ന ഒരു ലോഹത്തിന്റെ തകിടിന്റെ മേലെ അല്ലെ, ചുട്ടുപഴുത്തിരിക്കുകയാണ്. അങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, തീയിൽ വെച്ച് ഇങ്ങനെ ചുട്ടുപഴുത്ത ഒരു ലോഹത്തിന്റെ തകിടിന്റെ മേലെ ഒരു വെള്ളത്തിന്റെ തുള്ളി പോയി വീഴാണ്. ക്ലിങ് അല്ലേ. ആ ക്ലിങ് എന്നുള്ള സൗണ്ട് പോലും നമ്മൾ കേൾക്കില്ല. എന്തായിപ്പോവും? പൊട്ടുന്നതിന് അത് ആവിയായി പോവും അല്ലടാ. അതുപോലെയാണ് എന്ത്, മർത്യജന്മം, മനുഷ്യന്റെ ജന്മം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്ഷണഭംഗുരമാണ് അല്ലേ. അതങ്ങ് മിന്നി മാഞ്ഞു പോകും അല്ലേ. നമ്മൾ ഇത്രയും 100 വർഷം ജീവിക്കാന്ന് നമുക്ക് ആർക്കെങ്കിലും നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ടോ? നടക്കുന്ന കാര്യമാണോ? ഇല്ല. തൊട്ടടുത്ത നിമിഷം എന്തും സംഭവിക്കാം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അല്ലേ. അപ്പോൾ മനുഷ്യന്റെ ജീവിതം എന്തുപോലെയാണ്? ചുട്ടുപഴുത്തിരിക്കുന്ന ലോഹത്തകിടിൽ വീഴുന്ന വെള്ളത്തുള്ളി പോലെയാണ് അല്ലേ. വന്യസന്തപ്ത ലോഹസ്താംബുബിന്ദുന, അതുപോലെയാണ് സന്നിഭം എന്ത്, മർത്യജന്മം അല്ലെ, ക്ഷണഭംഗുരമാണ് എന്നാണ് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലെ, മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരി നോക്കൂ. ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ. എന്താണ് ഈ ചക്ഷുശ്രവണൻ അല്ലെ, ഗളസ്തം, ദർദുരം, ഇതെന്തൊക്കെ വാക്കാണ് അല്ലെ. മലയാളം തന്നെയാണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടാവും. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന വാക്കുകളാണ്. ഓക്കെ, ചക്ഷുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കണ്ണുകളാണ്. ശ്രവണൻ കേൾക്കുക അല്ലെ, ശ്രവണം അല്ലെ, കേൾക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ചക്ഷുശ്രവണൻ, കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ. ആരാണവൻ? ആരാണ് കണ്ണുകൊണ്ട് കേൾക്കുന്ന ചക്ഷുശ്രവണൻ? ആരാണ്? ആരുമല്ല. ആരാടവൻ? പാമ്പിനെയാണ് എന്ത് പറയുന്നത്? ചക്ഷുശ്രവണം എന്ന് പറയുന്നത് അല്ലേ. എന്നിട്ട് ഈ പാവം ചെവിയില്ലാത്തവനെ കുറിച്ച് എന്തൊക്കെ കഥകളാണ് നമ്മൾ കേട്ടതല്ലേ. രാത്രി കാലത്ത് ചൂളം വിളിക്കാൻ പാടില്ല, പാമ്പ് വന്ന് കടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് എത്രയോ രാത്രികളിലൊക്കെ പേടിച്ചിരുന്നിട്ടുണ്ട് അല്ലേ. അപ്പൊ ഈ പാവം പിടിച്ച പാമ്പിന് എന്തില്ലടാ? ചെവിയില്ല അല്ലെ. ചെവി കൊണ്ട് കേൾക്കേണ്ടത് കൂടെ എന്ത് ചെയ്യാണ്? കണ്ട് മനസ്സിലാക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ചക്ഷുശ്രവണൻ, കണ്ണുകൊണ്ട് കേൾക്കുന്നവൻ എന്നുള്ള പേര് ആർക്ക് വന്നത്? ഇവിടെ പാമ്പിന് വന്നത്. അപ്പൊ എന്തായിരുന്നു നമ്മളുടെ വരി എന്ന് പറയുന്നത്?
ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം. ഗളസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊണ്ട, വായ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ചക്ഷുശ്രവണന്റെ വായിലിരിക്കുന്ന ദർദുരം പാമ്പ് അല്ലേ, എന്തുപോലെ ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ. ആലോചിച്ച് നോക്കൂ, തവള ഒരിക്കലും പാമ്പിൻ്റെ വായിൽ ടൂറ് പോയതല്ല അല്ലേ, എന്ത് ചെയ്തതാണ്, ഇര വിഴുങ്ങാൻ വേണ്ടി അല്ലേ, ഭക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്താണ്, പാമ്പ് വിഴുങ്ങാൻ നോക്കുകയാണ് അല്ലേ. ഏത് നിമിഷവും തവളേൻ്റെ ജീവൻ പോവും. എന്നിട്ടും ആ വൃത്തികെട്ട തവള എന്താ ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾ, ഭക്ഷണത്തിന് വേണ്ടി അല്ലേ, ഇതാ നാവിൻ്റെ അറ്റത്തൊരു പ്രാണീനെയും പിടിച്ചിരിക്കുകയാണ്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെയാണ് മനുഷ്യൻ അല്ലേ, ഏത് നിമിഷവും വിഴുങ്ങപ്പെടും, തൻ്റെ ജീവിതം ഏത് നിമിഷവും എന്ത് ചെയ്യും, ഇല്ലാണ്ടായി പോകും. പാമ്പിൻ്റെ വായിലിരിക്കുന്ന സമയത്തും തവള എന്തിനു വേണ്ടിയിട്ടാണ്, തവളേൻ്റെ ആക്രാന്തം മാറിയിട്ടില്ല, തവള എന്ത് ചെയ്യാണ്, വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. അതുപോലെയാണ് എന്തെന്ന് പറയുന്നത്, കാലാഹിന പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത സഭോഗങ്ങൾ തേടുന്നു. എങ്ങനെ, കാലമാകുന്ന പാമ്പ്, അഹി എന്ന് പറഞ്ഞാൽ എന്താണ്, അഹി പാമ്പാണ് കേട്ടോ, അഹി എന്ന് പറഞ്ഞാൽ പാമ്പാണ്. കാലമാകുന്ന പാമ്പ്, പരിഗ്രസ്തം വിഴുങ്ങുക അല്ലെ, എന്തിനെ, ലോകത്തെ അല്ലെ. കാലമാകുന്ന പാമ്പും അതുപോലെയാണ് എന്ത് ചെയ്യുന്നത്, ലോകത്തെ, മനുഷ്യനെ വിഴുങ്ങുന്നത് അല്ലെ. കാലം എങ്ങനെയാ പോകുന്നത്, എഴഞ്ഞെഴഞ്ഞാ പോകുന്നത്, വളരെ പതുക്കെയല്ലേ കാലം പോവുക. അപ്പോൾ കാലത്തെ ഒരു പാമ്പായി സങ്കല്പിക്കുകയാണ്. അപ്പോൾ കാലത്തിൻ്റെ വായിലിരിക്കുന്ന മനുഷ്യൻ അല്ലേ, പാമ്പിൻ്റെ വായിൽ എങ്ങനെയാണോ തവള ഇരിക്കുന്നത്, അതുപോലെ കാലമാകുന്ന പാമ്പിൻ്റെ വായിലിരിക്കുന്ന മനുഷ്യൻ എന്ത് ചെയ്യാണ്, ആക്രാന്തം തീരാതെ അത് വേണം ഇത് വേണം, ഇല്ല കിട്ടിയതൊന്നും പോരാ, മനുഷ്യന് പിന്നെ എന്താണ്, പണം ഉണ്ടാക്കാനും സമ്പത്തുണ്ടാക്കാനും എല്ലാത്തിനും എന്താണ്, ആക്രാന്തമാണ്. എല്ലാത്തിൻ്റെ പുറകെ എന്ത് ചെയ്യുന്നു, ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനെയാണ് എന്ത് ചെയ്യുന്നത്, പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവളയോട് എഴുത്തച്ഛൻ ഉപമിച്ചത് അല്ലേ. എന്തു മനോഹരമാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എഴുത്തച്ഛൻ. ആരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്, രാമനെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. രാമൻ ആരോട് പറഞ്ഞു കൊടുക്കുക, ലക്ഷ്മണനോട് അല്ലേ. എന്തിനാണ് നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിരിക്കുന്നത്, ആലോചിച്ച് നോക്കൂ. മനുഷ്യന്മാരൊക്കെ കണക്ക് തന്നെ. എന്താണ് മനുഷ്യരുടെ അവസ്ഥ, ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുര, ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ, കാലാഹിനാം പരിഗ്രസ്തമാം ലോകവും ആലോല ചെയ്ത ഭോഗങ്ങൾ തേടുന്നു അല്ലേ. പാമ്പിൻ്റെ വായിലിരിക്കുന്ന തവള എങ്ങനെയാണോ ഭക്ഷണത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത്, അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, കാലമാകുന്ന പാമ്പിൻ്റെ വായിലിരിക്കുന്ന മനുഷ്യൻ പിന്നെയും ആക്രാന്തം പിടിച്ച് സമ്പത്തിൻ്റെയും കാര്യങ്ങളുടെ ഒക്കെ പുറകെ അല്ലെ, ഭോഗങ്ങളുടെ സുഖ സൗകര്യങ്ങളുടെ പുറകെ പോകുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈനുകളാണ് കേട്ടോ, ഓർത്ത് വെക്കണേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അടുത്ത് നോക്കൂ, പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ, പാന്തർ പെരുവഴിയമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ, നദ്യാം ഒഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം, ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം അല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ, ഫാമിലിയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. എന്താ പറയുന്നത്, പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം എത്രയും അല്പകാലസ്ഥിതമോർക്കുന്ന അല്ലേ. പിന്നെ ഈ മനുഷ്യന്മാരൊക്കെ ഭയങ്കര പ്രൗഢമൊക്കെ കാണിക്കുന്നത്, എനിക്ക് അവരുണ്ട്, എനിക്ക് ഇവരുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട്, എനിക്ക് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളെ പുത്രന്മാർ അല്ലേ, നമ്മളെ മക്കള്, മിത്രങ്ങൾ അല്ലേ, നമുക്കുള്ള സ്നേഹമുള്ള ആളുകൾ, അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സമ്പത്ത്, കളത്രം ഭാര്യ, ആദി മുതലായവയാണ്. അപ്പോൾ പുത്രമിത്രാർത്ഥ കളത്രാദി സംഗമം, ഇതൊക്കെ സംഗമിക്കുന്ന അല്ലേ, എത്രയും അല്പകാലസ്ഥിതമോർക്ക നീ അല്ലേ. നമ്മൾ ജനിച്ച മുതൽ നമുക്ക് ഭാര്യയും ഭർത്താവും മക്കളൊക്കെ ഉണ്ടാവോ, ഇല്ല അല്ലേ. നമ്മുടെ അച്ഛനമ്മയും ഉണ്ടാവുമായിരിക്കും, പക്ഷെ അവർ ജീവിതകാലം മുഴുവൻ ഉണ്ടാവോ, ഇല്ല. ഇതൊക്കെ എന്താണ്, ജീവിതത്തിൽ അല്പകാലസ്ഥിതമായിട്ട്, എല്ലാവരും എല്ലാ കാലവും നമുക്ക് ഉണ്ടാവില്ല അല്ലേ. ഇതൊക്കെ ജീവിതത്തിൽ വളരെ കുറച്ച് കാലത്തേക്ക് നമുക്കുള്ളതാണ്, അല്പകാലസ്ഥിതമുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതൊന്നും കണ്ടിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. എന്തുപോലെ, പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം വരും പോലെ അല്ലേ. പാന്തർ എന്ന് പറഞ്ഞാൽ എന്താണ്, വഴിയാത്രക്കാർ എന്നാണ് അർത്ഥം. വഴിയാത്രക്കാർ, പെരുവഴി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്രങ്ങൾ, അതായത് റെസ്റ്റ് ഹൗസ് ആണ്. അതായത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിക്കുന്ന സമയത്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് അല്ലെ, ഒന്ന് കുറച്ച് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് വീണ്ടും യാത്ര തിരിക്കും അല്ലെ. അത്തരം സ്ഥലങ്ങളെയാണ് നമ്മൾ സത്രങ്ങൾ അല്ലെങ്കിൽ പെരുവഴി അമ്പലം എന്നൊക്കെ പറയാം. അവിടെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഇവിടെ കൂടിയേക്കാന്ന് വിചാരിച്ചാൽ നടക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സത്രങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, യാത്രക്കാരല്ലേ താന്തരായി വന്നല്ലേ, അവർ ക്ഷീണമൊക്കെ മാറ്റി വിയോഗം വരും പോലെ പല വഴിയിലേക്ക് എന്ത് ചെയ്യുന്നു, അവർ പിരിഞ്ഞു പോകും അല്ലേ. അവർ റെസ്റ്റൊക്കെ എടുത്തിട്ട് പല വഴിയിലേക്ക് പോകും. അതുപോലെയാണെന്ത്, നമ്മളുടെ കുടുംബം അല്ലേ, പാന്തർ വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് വീഴുന്ന പോലെയാണ് നമ്മളുടെ വീട് അല്ലേ. വീടെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ കുടുംബം അല്ലേ. നമ്മൾ എല്ലാ കാലവും നമ്മളെ വീട്ടിലുണ്ടാവൂടാ,
നമ്മൾ കുറച്ച് കാലത്തേക്ക് വന്നു നിൽക്കുന്നു, കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾ പോകും. ഇപ്പോൾ നമ്മളുണ്ടാക്കിയ വീട്ടിലാണോ പലരും താമസിക്കുന്നത്? അല്ല, അച്ഛനോ അച്ഛച്ചന്മാരും ഉണ്ടാക്കിയ വീടായിരിക്കും, അല്ലെ അത് അവർക്ക് മുമ്പുള്ള വീടായിരിക്കും. അന്നേ ഉള്ളവർ ഇന്നുണ്ടോ? വീട് വെച്ച ആളുകൾ ഇന്നുണ്ടോ? ഇല്ല, അവരൊക്കെ മൺമറഞ്ഞു പോയി അല്ലേ. ഇനിയൊരു ഉദാഹരണം പറയുന്നു, എന്താണ്? നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലം ആലയ സംഗമം. ആലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം കേട്ടോ. ആലയല്ല, പശുവിൻ്റെ ആലയല്ല, ആലയം, വീട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്? നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ. നിങ്ങൾ ഉദ്ദേശിച്ച കാഷ്ടമല്ല, ആ കാഷ്ടം നമുക്ക് പഠിക്കാനുണ്ട്. ആ കാട്ടമല്ല ഈ കാട്ടം. ഈ കാഷ്ടം എന്താണ്? പൊങ്ങുതടി അല്ലേ, വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന പൊങ്ങുതടി കണ്ടിട്ടില്ലേ? അപ്പോൾ അതിങ്ങനെ ദിശയൊന്നും ഇല്ലാതെ ഒഴുക്കിനനുസരിച്ച് എന്ത് ചെയ്യും? അതങ്ങ് പോവും അല്ലേ. ഇന്ന സ്ഥലത്ത് പോയി നിൽക്കണം എന്ന് പറഞ്ഞിട്ടാണോ പൊങ്ങുതടി ഒഴുകി വരിക? ഒരിക്കലുമല്ല, അത് ഓളത്തിനനുസരിച്ച് അങ്ങ് പോകും. അതുപോലെയാണ് എന്ത്? ആലയ സംഗമം. അതായത് നമ്മളുടെ കുടുംബജീവിതം അല്ലെങ്കിൽ നമ്മളെ വീട് എന്ന് പറയുന്നത്. നമ്മൾ എല്ലാ കാലം അവിടെ നിൽക്കൂല. നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ എന്താണ്? വഴിയാത്രക്കാർ വഴിയമ്പലത്തിൽ താമസിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പോകുന്ന പോലെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ അങ്ങോട്ടങ്ങ് പോകും. ഓക്കെ. അടുത്തെന്താണ്? ലക്ഷ്മിയും അസ്ഥിരയല്ലോ മനുഷ്യർക്ക്, നിൽക്കുമോ യൗവനവും പുനരധ്രുവം അല്ലെ. എന്താ പറയുന്നത്? ലക്ഷ്മി അല്ലേ. ലക്ഷ്മി എന്താണ്? അസ്ഥിരയാണ് അല്ലെ, സ്ഥിരമായിട്ട് നിൽക്കുന്നതാണ്. ഒരാൾക്ക് ജീവിതത്തിൽ സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ല, എല്ലാ മനുഷ്യനും സുഖവും ദുഃഖവും ഒക്കെ എന്ത് ചെയ്യും? മാറി മാറി വരും അല്ലേ. സുഖദുഃഖ സമ്മിശ്രമാണ് ജീവിതം അല്ലേ. ഇടയ്ക്ക് കണ്ണീർ ഉപ്പ് പുരളാതെ എന്തൊരു ജീവിത പലഹാരം എന്നൊക്കെ കവികൾ പാടിയിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തെ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക എപ്പോഴാണ് പറ്റുക? കുറച്ച് ദുഃഖവും വിഷമമൊക്കെ ഉണ്ടാവണം അല്ലേ. അതൊക്കെ കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് സന്തോഷം വരുന്ന സമയത്ത് അതിനേക്കാൾ ഭംഗിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത്? അത് ആഘോഷിക്കാനും അല്ലെ എൻജോയ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുക അല്ലേ. അപ്പോൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മളുടെ ഐശ്വര്യം ഒരുപോലെ ഉണ്ടാവില്ല. അതുപോലെ നമ്മളുടെ യൗവനം നമ്മളെല്ലാ കാലവും ഇങ്ങനെ ഉപ്പിലിട്ട പോലെ നിൽക്കുമോ? ഇല്ല, കുറച്ച് കാലം കഴിയുമ്പോൾ മുടിയൊക്കെ നരയ്ക്കും. ഇപ്പം തന്നെ നിൽക്കാനൊന്നും വയ്യടാ, ഊരവേദനയൊക്കെ ഉണ്ട് അല്ലേ. കാല് വയ്യാതാവും, പല്ലുകൊഴിയും, കണ്ണ് കാണാതാവും അല്ലെ, ഇങ്ങനെ പലതും ഉണ്ടാവും അല്ലേ. ഇല്ല പിന്നെ വല്ല മമ്മൂട്ടിയൊക്കെ ആയിരിക്കണം, എന്നാൽ എന്ത് ചെയ്യും? എല്ലാ കാലവും ഒരുപോലെയൊക്കെ നിൽക്കുക അല്ലേ. തമാശ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ലക്ഷ്മിയും അതേപോലെ എന്താണ് യൗവനമൊന്നും എന്തല്ല സ്ഥിരമല്ല. ഇതൊക്കെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ. കാലം എന്ത് ചെയ്യാണ്? ഇതൊക്കെ മാറ്റം സംഭവിക്കുന്നതാണ് ലക്ഷ്മണ അല്ലേ. ഇന്ന് വെറുതെ ഇങ്ങനെ എന്നെ രാജാവാക്കണം എന്ന് പറഞ്ഞിട്ട് കരണ്ട് കാര്യമില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലോകത്ത് നടക്കുന്നതെന്ന് ആര് പറയാണ്? രാമൻ ലക്ഷ്മണനോട് പറയാണ്. സ്വപ്ന സമാനം കളത്ര സുഖം നൃണ, അല്പമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ. എങ്ങനെയാ പറയുന്നത്? ഇനി നമ്മൾ ഭാര്യമാരോടൊക്കെയുള്ള ജീവിതമാണെങ്കിലോ, കളത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ എന്നാണ് കേട്ടോ അർത്ഥം. സ്വപ്ന സമാനമാണ് ആരുടെ കൂടെയുള്ള ജീവിതം? ഭാര്യയ്ക്കൊപ്പമുള്ള ജീവിതം അല്ലേ. അല്പമായുസ്സും അല്ലേ, ഇനി കുറച്ചായുസേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു 30 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നെങ്കിൽ 60 വയസ്സിൽ തട്ടിപ്പോകുന്നുണ്ടെങ്കിൽ ആകെ 30 വർഷമേ നമ്മളൊന്നിച്ച് ജീവിക്കുള്ളൂ അല്ലേ. ചിലപ്പോൾ അതിലും കുറഞ്ഞ വർഷം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഭാര്യമാരോടും കുടുംബത്തിനോടൊക്കെയുള്ള നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ രാഗാതി സങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖേല. അപ്പോൾ നമ്മുടെ ജീവിതം എന്താണ്? രാഗാതി സങ്കുലം അല്ലേ. ദുഃഖവും വഴക്കും പ്രശ്നങ്ങളും ഇങ്ങനെ എല്ലാം നിറഞ്ഞതാണ്. സുഖദുഃഖ സമ്മിശ്രമാണ് സംസാരം അല്ലെ, ജീവിതം എന്ന് തിരിച്ചറിയുന്നവന് അല്ലേ. അങ്ങനെ തിരിച്ചറിയുന്ന ആൾക്ക് എങ്ങനെയാണ്? ജീവിതം എന്താണ്? സ്വപ്നതുല്യമാണ് അല്ലേ. അത് സ്വപ്നതുല്യമാണ് എന്ന് പറയാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരികളാണ്. ദേഹം നിമിത്തം അഹംബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്ന് ജന്തുക്കൾ നിരൂപിക്കും, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്നാമ്രേഡിതം കലർന്നിടും ദശാന്തരേ എന്നാണ് അല്ലേ. എന്താ പറയുന്നത്? നമ്മൾ ശരീരം അല്ലേ, ശരീരം ആണ് ഏറ്റവും വലുത്. നമ്മുടെ ദേഹം അല്ലേ, എന്നെ കാണാൻ ഭംഗിയുണ്ട്, എനിക്കതുണ്ട്, എനിക്കിതുണ്ട് എന്നൊക്കെ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. അങ്ങനെ ജന്തുക്കൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ മനുഷ്യവർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ. അപ്പം അങ്ങനെ ജന്തുക്കൾ എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് അല്ലേ. അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ബ്രാഹ്മണനാണ് അല്ലേ, ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ഞാൻ രാജാവാണ്, ആമ്രേഡിതം കലർന്നിടും അല്ലേ, എന്ന് ആഢ്യോഹം അല്ലേ ഞാൻ ആഢ്യനാണ്, ഞാൻ നല്ല തറവാട്ട് പറഞ്ഞ ആളാണ്, ഞാൻ ഇന്ന ആളാണ്, ഞാൻ ഇന്ന ജാതിയാണ്, എനിക്കിതുണ്ട് അല്ലേ, പട്ടും വളയും കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന മനുഷ്യരൊക്കെ എന്ത് ചെയ്യൂടാ? ഒരു ദിവസം ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ കാഷ്ടം ഇതാണ് കേട്ടോ. 2 കാഷ്ടമുണ്ട്. ആദ്യത്തെ കാഷ്ടം ഏതാണ്? പൊങ്ങുതടിയാണ്. രണ്ടാമത്തെ കാഷ്ടം എന്നുള്ളത് നമ്മളുടെ കാട്ടം, വേസ്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ ജന്തുക്കൾ എന്താണ്? ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകില്ല. ഓക്കെ. അങ്ങനെ നമ്മൾ രാജാവായാലും ശരി ബ്രാഹ്മണനായാലും ശരി എന്താ പറയുക പണ്ഡിതൻ നമ്മൾ എന്താ പറയുക എന്തായിരുന്നു പറഞ്ഞത്, ഒരുപാട് പണമുള്ള ആളായാലും ശരി തറവാട്ടുകാരനായാലും ശരി ആരായാലും ശരി ഒന്നുകിൽ എങ്ങനെ മരിക്കും? ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകാം അല്ലെ, ജന്തുക്കളൊക്കെ തിന്നിട്ട് കാഷ്ടമായിട്ട് പോകാം. അല്ലെങ്കിൽ എന്താണ്? വെന്തു വെണ്ണീറായി ചമഞ്ഞു പോകാം. ചില വിശ്വാസപ്രകാരം എന്ത് ചെയ്യും?
ദഹിപ്പിക്കുക ചെയ്യുക അല്ലേ, അതായത് തീ കത്തിച്ചിട്ട് ശരീരം മറവ് ചെയ്യുക ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യും, വെന്ത് വെണ്ണീറായിട്ട് പോകാം. ഇല്ലെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ കുഴിച്ചിടും അല്ലേ, നമ്മൾ ബോഡി അങ്ങനെ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുന്നു, മണ്ണിന് കീഴെ കൃമികളായി പോകില്ല അല്ലേ, മണ്ണിൽ ഇങ്ങനെ ശരീരമൊക്കെ എന്താ അഴുത്ത് അങ്ങനെ പോവാം. അതുകൊണ്ട് എന്തല്ല, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളാണ്, അങ്ങനെ എനിക്ക് അതുകൊണ്ട് ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ അങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് എന്തില്ല, യാതൊരു കാര്യമില്ല അല്ലേ. നമ്മളുടെ ഒക്കെ ജീവിതം എന്ത് ചെയ്യേണ്ടതാണ്, ഇങ്ങനെയൊക്കെ അല്ലേ, ഒരു ദിവസം ഇങ്ങനെ നമ്മൾ കുഴിയിൽ വെച്ചോ അല്ലെങ്കിൽ എരിഞ്ഞോ ഒക്കെ തീരേണ്ട ശരീരമാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ ശരീര നിമിത്തം എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും അല്ലേ, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അഹങ്കരിക്കാൻ പാടില്ല അല്ലേ. ലക്ഷ്മണ, ഈ ശരീരം കൊണ്ടാണോ ഈ ഇങ്ങനെയാണല്ലേ നീ എന്ത് ചെയ്തത്, ദേഷ്യം പിടിച്ചിട്ട് എന്ത് ചെയ്തത്, എനിക്കിതൊക്കെ നേടിത്തരാൻ വേണ്ടി ശ്രമിച്ചത്, അതെത്ര മോശമായ കാര്യമാണ് ലക്ഷ്മണൻ എന്ത് ചെയ്യാണ്, രാമൻ ബോധ്യപ്പെടുത്തുകയാണ് അല്ലേ. എന്നിട്ട് എന്ത് പറയുന്നു, ആ ശരീരത്തെക്കുറിച്ച് വീണ്ടും പറയാണ് അല്ലേ. എങ്ങനെയാണ് ശരീരം ഉണ്ടാവുന്നത്, ത്വങ് മാംസ രക്താസ്തി വിൺമൂത്രരേധസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം. ശരീരം എങ്ങനെയാണ്, ത്വങ് മാംസ രക്ത അസ്ഥി വിൺമൂത്രരേധസ്, ത്വക്ക് മാംസം, രക്തം അസ്ഥി അല്ലേ, വിൺ പിന്നെ മൂത്രം, രേതസ് അതായത് എന്തൊക്കെ കൊണ്ടാണ്, ത്വക്കും മാംസം രക്തവും അസ്ഥി മലം മൂത്രം ബീജം ഇതെല്ലാം കൊണ്ടുണ്ടാക്കിയതാണ് എന്ത്, നമ്മളുടെ ശരീരം അല്ലേ. ഇതൊക്കെ സമ്മേളിച്ചിട്ടുള്ള പഞ്ചഭൂതകങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്താണ് പഞ്ചഭൂതകങ്ങൾ, ആകാശം ഭൂമി ജലം വായു അഗ്നി അല്ലെ, ഇതൊക്കെ കൊണ്ട് നിർമ്മിച്ചാണ് എന്ത്, നമ്മളുടെ ശരീരം. അത് മായാമയമാണ്, പരിണാമിയാണ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അങ്ങനെ കായം ശരീരമാണ്, വികാരിയായുള്ള നദീധ്രുവം അല്ലെ, അന്നിത ധ്രുവം എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഇങ്ങനെ നമ്മളുടെ ശരീരം ഇങ്ങനെയൊക്കെ നിർമ്മിക്കപ്പെട്ടതാണ് അല്ലേ. പഞ്ചഭൂതകങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരം എന്ത് ചെയ്യുന്നു, അത് കത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ മണ്ണിൽ കുഴിച്ചിടുന്ന സമയത്തോ അല്ലെങ്കിൽ ഏത് രീതിയിലും എന്തായിത്തീരുന്നു, വീണ്ടും അതേ രൂപത്തിലേക്ക് തിരിച്ചു വരികയാണ് അല്ലേ. ആകാശവും ഭൂമിയോ ജലോ വായു അഗ്നിയൊക്കെ ആയിട്ട് എന്ത് ചെയ്യാണ്, ഈ ശരീരം മാറുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശരീര നിമിത്തം നമ്മൾ അഹങ്കാരവും അല്ലേ അഹംഭാവമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലേ, അതെന്തുകൊണ്ട് സംഭവിക്കുകയാണ്, നമുക്ക് ബുദ്ധിയും വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് അല്ലേ, വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അങ്ങനെ വരുന്നത് എന്നാണ് ആര് പറയുന്നത്, രാമൻ ലക്ഷ്മണനോട് പറയുന്നത് കേട്ടോ. എന്നിട്ട് പറയാണ്, ലേശം ഒന്ന് ലക്ഷ്മണൻ അല്ലേ, ഇപ്പോൾ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ എന്തൊക്കെയോ ഒരു അയവൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നിയ സമയത്ത് എന്ത് ചെയ്യുന്നു, രാമൻ കുറച്ചുകൂടി കഠിനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുകയാണ്. എന്ത് പറയാണ്, ദേഹാഭിമാനം നിമിത്തമുണ്ടായ മോഹേനെ ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചത് തവ ജ്ഞാനമില്ലെന്നറിക നീ ലക്ഷ്മണ അല്ലെ. എന്താ പറയുന്നത്, ദേഹാഭിമാനം അല്ലെ, ശരീരം നിമിത്തമുണ്ടായിട്ടുള്ള മോഹം കൊണ്ട് നീ ലോകത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച എന്താണ്, തവ മാനസതാരില്ലേ, നിന്റെ മനസ്സിൽ നീ നിരൂപിച്ചത് ചിന്തിച്ചത് എന്തുകൊണ്ടാണ്, നിന്റെ ജ്ഞാനമില്ലാത്ത, നിനക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ലക്ഷ്മണ എന്നാണ് ആര് പറയുന്നത്, രാമൻ പറയുന്നത് അല്ലേ. അതായത് മകനെ, നീ നിന്റെ മനസ്സിൽ ഇപ്പോൾ ചിന്തിച്ചല്ലോ അല്ലെ, ഈ ദേഷ്യം വന്നിട്ട് നീ ഇപ്പോൾ ചിന്തിച്ചല്ലോ ഈ ലോകം മുഴുവൻ ചുട്ടരിച്ച് കളയണം എന്നുള്ളത്, അങ്ങനെ ചിന്തിച്ചെന്തുകൊണ്ടാണ്, നിന്റെ ജ്ഞാനമില്ലായ്മ നിന്റെ അറിവില്ലായ്മ കൊണ്ടാണ് ലക്ഷ്മണ എന്ന് എന്ത് ചെയ്യാണ് രാമൻ പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ അല്ലേ. നമ്മളുടെ ദോഷങ്ങളൊക്കെ വരുന്നത് എങ്ങനെയാണ്, ദേഹാഭിമാനിനാം അല്ലെ, നമ്മളുടെ ദേഹം നിമിത്തം നമ്മുടെ ദേഹത്തിൻ്റെ മേലെയുള്ള അനാവശ്യമായിട്ടുള്ള അഭിമാന ബോധം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭവിക്കുന്നത് സംഭവിക്കുന്നത് എന്നാണ് ആര് പറയുന്നത്, രാമൻ പറയുന്നത് അല്ലേ. എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാണ്, തൊട്ടേനും പിടിച്ചതിനും ഒക്കെ ആളുകൾക്ക് ദേഷ്യമാണ് അല്ലേ. അപ്പോൾ ലോകയുദ്ധങ്ങൾ വരെ ഉണ്ടായിട്ടുള്ള എന്തുകൊണ്ടാണ്, ചെറിയ ചെറിയ വഴക്കുകളുടെ പേരിലായിരിക്കും അല്ലേ. പിന്നെ അതെന്ത് ചെയ്യാണ്, വലിയ വലിയ യുദ്ധങ്ങളാവുകയാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന എന്തുകൊണ്ടാണ്, ചെറിയ അല്ലേ ദേഹാഭിമാനം കൊണ്ട് അല്ലേ, ഓരോ മനുഷ്യർക്കും ഉള്ളിലുള്ള അഹന്ത കൊണ്ടാണെന്നാണ് ആര് പറയുന്നത്, രാമൻ പറയുന്നത് കേട്ടോ. ദേഹോഹം എന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാധാവാം അവിദ്യയാകുന്നതും അല്ലേ. എന്താ പറയുന്നത്, ദേഹോഹം ദേഹമാണ് ഞാൻ, ശരീരമാണ് എന്നുള്ള ചിന്ത മനുഷ്യർക്ക് എന്താണ്, മോഹത്തിൻ്റെ മാതാവ് അല്ലേ. മോഹത്തിൻ്റെ മാതാവ് എന്ന് പറയുന്ന ആരാണ്, അവിദ്യയാണ്. വിദ്യയില്ലായ്മയാണ് അല്ലെ, അറിവില്ലായ്മയാണ് മോഹത്തിന്റെ മാതാവ്. കാരണം എല്ലാത്തിനും വലിയ ആക്രാന്ത മോഹമാണ്, എല്ലാത്തിനോടും അതിയായ മോഹമാണ്. അപ്പം അതെന്ന് പറയുന്നത് മോഹത്തിന്റെ മാതാവായിട്ടുള്ള അവിദ്യയാണെന്ത്, ദേഹോഹി എന്ന് പറയുന്ന ബുദ്ധിക്ക് കാരണം. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യണം, അത് നമ്മൾ വിദ്യ കൊണ്ട്, നമ്മളുടെ അറിവ് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നേടേണ്ടത് അല്ലേ. തിരിച്ച് യഥാർത്ഥത്തിലുള്ള വിദ്യ എന്താണ്, ദേഹോഹമല്ലോർക്കിൽ ഞാനായ ആത്മാവെന്നു മോഹേക ഹന്ത്രിയായുള്ളത്
വിദ്യകൾ അല്ലേ. മോഹത്തെ ഹന്ത്രിക്കുന്നത്, മോഹത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ത്, വിദ്യ എന്ന് പറയുന്നത് അല്ലേ. ആ വിദ്യ എന്താണ്? ഞാൻ ശരീരമല്ല, ഞാൻ എന്താണ്, ഞാൻ ആത്മാവാണ് അല്ലേ, എനിക്ക് വെളുപ്പുണ്ട്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ഇന്ന ആളാണ് എന്ന് പറയുന്നതല്ല വിദ്യ അല്ലേ. എന്താണ് വിദ്യ? ഞാൻ ആത്മാവാണ് അല്ലേ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഞാൻ നന്മ ചെയ്യുന്നു, എനിക്ക് എല്ലാവരോടും കരുണയുണ്ട്, എനിക്ക് സഹതാപമുണ്ട്, ഞാൻ മറ്റുള്ളവരുടെ വേദനയിൽ പങ്കെടുക്കുന്നു അല്ലേ. അങ്ങനെ നല്ല മനസ്സും ആത്മാവ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അല്ലെ, നന്മ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശരീരമല്ല, എന്താണ്, ഞാൻ ആത്മാവാണ് എന്ന് പറയുന്നതാണ് വിദ്യ അല്ലെ. ആ വിദ്യയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നേടേണ്ടത് എന്നാണ് ആര് പറയുന്നത്, രാമൻ പറയുന്നത് കേട്ടോ. സംസാരകാരിണിയായത് അവിദ്യയാണ് അല്ലെ. സംസാരകാരിണി എന്ന് പറഞ്ഞാൽ ഇവിടെ സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ജീവിതം അല്ലെ, നമ്മൾ ജീവിക്കുന്ന ജീവിതത്തെയാണ് ഇവിടെ സംസാരം അല്ലെ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ സംസാരകാരിണിയായിട്ടുള്ളത് എന്താണ്, അവിദ്യയാണ് അല്ലെ. സംസാര നാശിനിയായത് വിദ്യയാണ്. അപ്പൊ ലൗകിക ജീവിതത്തിന്, അതായത് എല്ലാ ഭൗതിക സുഖങ്ങൾക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ജീവിതം എന്ന് പറയുന്ന ആ ജീവിതത്തിന് പുറകെയുള്ള ഓട്ടം എന്താണ്, അവിദ്യയാണ്. അതേസമയം സംസാര നാശിനി, ഇതിനെ ഇല്ലാതാക്കുന്നത് എന്താണ്, അത്തരം ചിന്തകളെ ഇല്ലാതാക്കുന്നതിന് വിദ്യ അല്ലെ, അറിവ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആയതുകൊണ്ട് എന്ത് ചെയ്യണം, ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ്സ ചെയ്യുക വേണ്ടുന്നതും അല്ലെ. ചേതസ് മനസ്സാണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, മോക്ഷം ലഭിക്കണമെങ്കിൽ അല്ലെ, മോക്ഷാർത്ഥിയാകണമെങ്കിൽ എന്ത് ചെയ്യണം, വിദ്യാഭ്യാസം നമ്മൾ എങ്ങനെ നേടണം, ഏകാന്തമായ മനസ്സോടുകൂടെ നമ്മൾ വിദ്യാഭ്യാസം നേടണം അല്ലെ. എന്ത് നന്മയാണ്, സ്നേഹമാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാവണം. അതേപോലെ എന്താണ്, സംസാരകാരിണിയായിട്ടുള്ളത് അവിദ്യയാണെന്നും സംസാരനാശിനി ആയിട്ടുള്ള എന്താണ്, വിദ്യയാണെന്നുമാണ് നമ്മൾ തിരിച്ചറിയണം അല്ലേ. അപ്പോൾ വിദ്യാഭ്യാസം നമ്മൾ ഏകാന്തമായ മനസ്സോടുകൂടെ നമ്മൾ നേടിയെടുക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ മക്കൾക്ക്? മനസ്സിലായോ? സെറ്റാണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അവസാനത്തെ ഭാഗം നോക്കാം. തത്ര കാമക്രോധ ലോഭമോഹാദികൾ. ടീച്ചർ പറഞ്ഞല്ലോ, ഷഡ്ദർശനങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യന്റെ എല്ലാ സുഖങ്ങളെയും ഇല്ലാതാക്കുന്ന അല്ലെ, മനുഷ്യനെ എന്താ പറയാ, ചതിയിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക് തള്ളിവിടുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്ത്, ഷഡ്ദർശനങ്ങൾ. ടീച്ചർ പറഞ്ഞു തന്നിരുന്നു അല്ലെ. എന്തൊക്കെയാണ്? കാമ, ക്രോധ, ലോഭ, മോഹ ആദികൾ മുതലായവ കേട്ടോ. ലോഭം, മോഹം, മാത്സര്യം, മതം എന്നൊക്കെ പറയുന്ന 6 ഘടകങ്ങളാണ്. അത് എന്താണ്, ശത്രുക്കളാകുന്നു എന്നതും അറിയുക നില. ഇതൊക്കെ എന്താണ്, നമ്മളുടെ ശത്രുക്കളാണ് അല്ലെ. ഇതൊക്കെ നമുക്ക് ശത്രുക്കളാണ്. അതെന്ത് സംഭവിക്കുന്നു, നമ്മളുടെ മുക്തിക്ക് വിഘ്നം വരുത്തുന്നു അല്ലെ. നമുക്ക് മുക്തി, നമ്മുടെ ജീവിതത്തിലുള്ള മുക്തിക്ക് എന്ത് ചെയ്യാണ്, അത് വിഘ്നം, അത് തടസ്സമുണ്ടാക്കുവാൻ അത്രയോ ശക്തിയുള്ളൊന്നതിൽ ക്രോധമറികടോ അല്ലെ. അപ്പൊ ഈ 6 ദർശനങ്ങളിലെ കാമം, ക്രോധം, ലോഭം, മോഹം അല്ലെ ആദിയായവയിൽ മുതലായവയിൽ നമ്മൾ ഏറ്റവും പേടിക്കേണ്ടത് ആരെയാണ്? ക്രോധത്തെയാണ് അല്ലെ. ക്രോധം വല്ലാത്തൊരു സാധനമാണ് അല്ലെ. ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിഭീകരമായിട്ടുള്ള സാധനമാണ് എന്നാണ് ആര് പറയുന്നത്, നമ്മളുടെ എഴുത്തച്ഛൻ പറയുന്നത് രാമനിലൂടെ അല്ലെ. അപ്പൊ ക്രോധം ഭയങ്കരമാണ് ലക്ഷ്മണ. നീ ക്രോധം എന്ത് ചെയ്യണം, എങ്ങനെയെങ്കിലും അല്ലെ മാറ്റിക്കളയണം അല്ലെ. എന്താ കാരണം, എന്താണ്, മാതാ പിതൃ ഭാതൃ മിത്ര സഖികളെ ക്രോധം നിമിത്തം ഹനിക്കുന്നത് പുമാൻ അല്ലേ. പുമാൻ മനുഷ്യൻ അല്ലേ. മാതാവിനെ ആയിക്കോട്ടെ, പിതാവിനെ ആവട്ടെ, സഹോദരനെ ആവട്ടെ, മിത്രങ്ങളെ ആവട്ടെ, സഖിയാവട്ടെ, എല്ലാവരെയും ക്രോധം നിമിത്തം എന്ത് ചെയ്യുന്നു, ഹനിക്കുന്നു, ഇല്ലാതാക്കുന്നു. ആര്? പുമാൻ മനുഷ്യൻ അല്ലേ. അപ്പൊ ലോകത്തിലെ എല്ലാ ദുരന്തത്തിനും, എല്ലാ ക്രൂരതകൾക്കും, എല്ലാത്തിനും ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ലോക രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടുള്ളതാണ്? ക്രോധം കൊണ്ടുണ്ടാവുന്നതാണ് അല്ലേ. അപ്പൊ ക്രോധം മൂലം എന്ത് ചെയ്യുന്നു, മനസ്താപം ഉണ്ടായി വരും അല്ലേ. നമുക്ക് കുറ്റബോധം ഉണ്ടാവും, മനസ്താപം ഉണ്ടാക്കും, ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ ക്രോധമാണ് ഏറ്റവും വലിയ കാരണം അല്ലേ. അത് അല്ലേ, നടു റോട്ടിൽ ഭർത്താവ് ഭാര്യയെ കുത്തിക്കൊന്നു അല്ലേ. സ്വന്തം ഭാര്യനെയാണ്. വീട്ടമ്മയുടെ മരണം കൊലപാതകം, മകനെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ സ്വന്തം അമ്മയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു, സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു അല്ലേ. എന്താ നമ്മൾ കണ്ടതാണല്ലോ, നമ്മൾ കൂടത്തായൊക്കെ നമ്മൾ കണ്ടതല്ലേ അല്ലേ. എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ കൊല്ലുന്നുണ്ട് അല്ലേ. സ്വന്തം ഭാര്യയെ പാമ്പിനെ കൊണ്ടല്ലേ നാടകീയമായ രീതിയിൽ കൊന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം വാർത്തകളിലൊക്കെ അല്ലേ. മനുഷ്യന് ക്രോധം മൂലം എന്ത് ചെയ്യാണ്, ആരാന്നൊന്നുമില്ല അല്ലേ. മാതാ പിതൃ ഭാതൃ മിത്ര സഖികളെ എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ക്രോധം നിമിത്തം ഹനിക്കുന്നത് പുമാൻ അല്ലേ. അപ്പൊ ക്രോധം പറയുന്ന എന്താണ്, ക്രോധം മൂല നൃണാം സംസാരബന്ധനം. ക്രോധമല്ലോ നിജ ധർമ്മക്ഷയകരം. ക്രോധം പരിത്യജിക്കണം. ആര്? ബുദ്ധജനം, ബുദ്ധിയുള്ള ആളുകൾ എന്ത് ചെയ്യണം, ക്രോധം പരിത്യജിക്കണം. അപ്പോൾ ക്രോധമാണ്, ദേഷ്യമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ക്രോധം എന്ത് ചെയ്യണം, ബുദ്ധിയുള്ള മനുഷ്യര് പരിത്യജിക്കണം. അല്ലാതെ നീ വെറുതെ എന്നെ പിടിച്ച് രാജാവാക്കിയിട്ടില്ലേ, ഇതൊന്നും സത്യമല്ലാത്തൊരു ലോകത്തിൽ എങ്ങനെയൊക്കെ, എനിക്ക് അതിനൊന്നും
താല്പര്യം ഇല്ല അല്ലേ ലക്ഷ്മണ? അപ്പം എന്നെ വെറുതെ എന്തിനാണ് അല്ലേ നീ ഇത്രയും ദേഷ്യം പിടിച്ചിരിക്കുന്നത്? അപ്പോൾ ക്രോധം എന്ന് പറയുന്നത് ഇത്രയും വൃത്തിയായിട്ടൊരു കാര്യം ഇതിനേക്കാൾ വലുത് വേറെ ഇല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് അല്ലേ സൈക്കോളജിക്കലി അല്ലേ മനഃശാസ്ത്രപരമായിട്ട് രാമൻ എന്ത് ചെയ്യാണ് ലക്ഷ്മണനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നമ്മളുടെ ആദ്യത്തെ പാഠഭാഗം. മനസ്സിലായോ മക്കൾക്ക്? ക്ലിയർ ആയോ? സെറ്റായോ? ഇത്രയേ ഉള്ളൂ ലക്ഷ്മണ സാന്ത്വനം അല്ലേ. ഇതിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ടെൻഷൻ അടിച്ചിട്ടുള്ളത് അല്ലേ, ഇങ്ങനെയൊക്കെ ചോദിച്ചു വന്നത്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യണം, ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന് കൗണ്ടൊക്കെ കൂടി അല്ലേ വീഡിയോന് നല്ല നല്ല കമൻറ്റൊക്കെ വന്നാലേ ഇനി ഞാൻ അടുത്ത വീഡിയോ ഒക്കെ ഇടുള്ളൂ കേട്ടോ. ഓക്കെ, ചുമ്മാ പറഞ്ഞയാൾ. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്യണം അടുത്ത ഏത് പാഠമാണ് വേണ്ടത്, എന്തൊക്കെ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ബൈ.